ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെ പോലെ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പൊന്നുമല്ല, ഒന്ന് വെളിയിൽ പാചകം നടത്താമെന്ന് വിചാരിച്ചു. പാചകം തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് അങ്ങോട്ട് തന്നെ വരുന്നത് നമ്മുടെ ക്യാമറയ്ക്കകത്തോട്ടൊക്കെ അടിച്ചോ അങ്ങ് വരുക കേട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ. ഇനിയിപ്പം പറങ്കാവിൻ്റെ പൂവും മാമ്പൂവും ഒക്കെ വരുന്നത് പൊഴിക്കാനാണ് ഇവൻ്റെ ശ്രമം, കാറ്റ്. അപ്പോഴതേ നമ്മൾ മീൻകറിയൊക്കെ ഇങ്ങോട്ട് മുറ്റത്തോട്ട് വെച്ച് കേട്ടോ. എല്ലാം ഞാൻ ആക്കി വെച്ചൊക്കെയാണ്. എല്ലാം നമുക്ക് മുറ്റത്തിരുന്ന് വയ്ക്കാം കേട്ടോ. അപ്പോൾ മീൻകറിയാണ് തിളച്ച്. നമ്മുടെ ക്യാമറ അങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വെക്കുന്നതും കാണാം. പിന്നെ നമ്മുടെ ഇതേപോലെ അടുപ്പത്ത് നമ്മൾ വയ്ക്കുമ്പോൾ ഞാൻ പുതിയ പാത്രമൊന്നും എടുക്കാറില്ല. എനിക്ക് കഴുകാൻ വയ്യ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പഴയതൊക്കെയാണ്. പഴയതെന്താ കരി ആയതുകൊണ്ടേ നമ്മൾ പുത്തൻ പാത്രങ്ങൾ എടുത്ത് വെച്ചാൽ ഫുള്ള് കരിയാണ്. അതുകൊണ്ട് ഞാൻ അടപ്പ് പാത്രമൊക്കെ പഴയതെടുത്ത് കേട്ടോ. നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ വേറെ പാത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തു. കഴുകാനാണ് പാട് കേട്ടോ. എങ്ങനെയും നമുക്ക് ഇതേപോലുള്ള അടുപ്പിനകത്ത് പക്ഷേ എളുപ്പം കാര്യങ്ങൾ നടക്കും കേട്ടോ. എളുപ്പം നമുക്ക് എല്ലാം വയ്ക്കാം. എല്ലാം ഞാൻ തിരികെയും എല്ലാം ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻകറിയുടെ ഉപ്പൊന്ന് നോക്കാം. എല്ലാം ആക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ട് വെച്ച് നോക്കാം. നമുക്ക് പിന്നെ വേവിച്ചെടുത്താൽ മതിയല്ലോ. കുഴപ്പമില്ല, ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്തിരി നേരം ആയിരുന്നു ഞാൻ വെച്ചിട്ട്. അപ്പോഴ് തിളച്ച് പുളിയൊക്കെ ഇറങ്ങണമല്ലോ, എന്നാലല്ലേ പുളി ഉപ്പുമൊക്കെ ആവുന്നത്. അപ്പോഴ് മീൻ വറക്കണം. പിന്നെ ഏത്തക്കായും ഒരു 10 ചക്കക്കുരു കേട്ടോ. ഞങ്ങൾക്ക് ഒരു 10 ചുള ഒരാൾ ഇന്നലെ കടം തന്നു കേട്ടോ. നമ്മുടെ ചേച്ചി, നമ്മുടെ സരസുവിൻ്റെ മോളുണ്ടല്ലോ, സരസുവിൻ്റെ മോള് നമ്മുടെ സരസുവിന് ഒരു 10 ചക്ക തന്നു വിട്ടു കേട്ടോ. അപ്പോഴേ അത് ഞങ്ങൾ ഇന്നലെ 10 ഉള്ളായിരുന്നു. ഞാൻ എണ്ണി നോക്കി കുശുമ്പി, എന്നാലും നാത്തുവിന് ഒരെണ്ണം കൂടെ ഒന്ന് ഇട്ട് തന്നില്ലല്ലോ. 10 ചുള കിട്ടി. അപ്പോഴത് ഞങ്ങൾ അമ്മ അന്നേരം പറഞ്ഞു ഒന്ന് ഇച്ചിരി ഒന്ന് വേവിക്കുന്ന എന്താ തോരൻ പോലെ ഇച്ചിരി, പക്ഷെ നല്ലതായിരുന്നു, കിടുവായിരുന്നു. അതെടുത്തതിൻ്റെ ആ ചക്കക്കുരു കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തക്കയും ചക്കക്കുരും കൂടെ നമുക്ക് തോരൻ വയ്ക്കാം. പിന്നെ ഈ വീട്ടിൽ നമുക്ക് ഒരു മക്കൾക്ക് കുറച്ച് വറക്കാം. പിന്നെ മോര് കാച്ചാം. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചതുണ്ടായിരുന്നു, അതിരിപ്പുണ്ട്. എനിക്ക് സരസ്വതി ഇതൊക്കെ മതി കേട്ടോ. ഞങ്ങൾ പാവത്തുങ്ങളും ഞങ്ങൾ രണ്ടും ഇതൊക്കെ കൂട്ടി കഴിച്ചോളും കേട്ടോ. നല്ല കാറ്റടിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കാണാനൊക്കുമോ? ഇന്നിപ്പോൾ എനിക്ക് ഊതേണ്ട കാര്യമില്ല കേട്ടോ. കാറ്റടിച്ച് തീയങ്ങ് വന്നോളും. അപ്പോൾ കണ്ടോ എൻ്റെ പൂവ് കാണുന്നുണ്ടോ? ആന്തൂറിയം അല്ലേ? എന്തിനാണ് നീ കാത്തിരിക്കുമോ? കണ്ട ആന്തൂറിയം. ഇവനുണ്ടല്ലോ ഒറ്റ തൈയായിട്ട് വന്നതുകൊണ്ട് നല്ലൊരു പൂ എനിക്ക് കിട്ടി. ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചേക്കും. അവിടെ ഇരിക്കണം, നീ എൻ്റെ അടുത്തിരുന്ന് പോസ് ചെയ്യും. അത്ര വെള്ളത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് ഇവിടെ പോസ് ചെയ്യൊക്കെ ആണ് കേട്ടോ. മീനെ തിളച്ചിട്ടൊക്കെ നമുക്ക് വറ്റിച്ചൊക്കെ എടുക്കണം. എന്നിട്ട് മീൻ വറക്കാം. ഈ പുക അങ്ങോട്ട് വരുന്നതുകൊണ്ട് എന്നെ കാണാൻ ഒക്കുന്നോ നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ തിളച്ച് വറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി. എന്നെ കാണാമെന്ന് എനിക്ക് തന്നെ സംശയമാണ്. പുക അങ്ങോട്ടാണ് അടിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറയൊക്കെ എങ്ങനെ ഇരിക്കുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ മീൻകറി ഇവിടെ സെറ്റായി കേട്ടോ. വറ്റിയൊക്കെ വന്നു. കുറച്ച് കറിവേപ്പില കുട്ടനെയൊക്കെ അങ്ങ് കുഴിയിടാം. ഞാൻ ആദ്യമേ കറിവേപ്പില ഇട്ടതാണ്. എന്നാലും കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റിയിട്ട് ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകമാണ്. നിങ്ങളെ കാണിക്കാതെ ഞാൻ ഉപ്പ് നോക്കിയാലും ഇവിടെ കേട്ടോ. ഒരു വാങ്ങി വെച്ചിട്ട് ഇനി മീൻ വറക്കാം.
മീൻ വറുത്ത് ഗ്യാസിനകത്ത് വെക്കുന്നത് പോലെ നമുക്ക് ഇവിടെ വെക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് വാങ്ങി വെക്കട്ടെ. നന്നായിട്ട് വറ്റിപ്പോയാൽ എനിക്കും സരസുവിനും പിന്നെ മീൻചാറ് കിട്ടത്തില്ല കേട്ടോ. മീൻചാറ് കിട്ടത്തില്ല. അപ്പോഴതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് കഴുകിയെടുക്കാൻ പറ്റുന്ന പാത്രത്തിൽ അങ്ങ് വെക്കുമായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് മടിയ സത്യം പറഞ്ഞു. അരപ്പൊക്കെ പുരട്ടി എപ്പോഴേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കേട്ടോ. അവിടെ ഇരുന്ന് നോക്കട്ടെ. കറിവേപ്പില ഇട്ടില്ല കേട്ടോ. ആദ്യം ഇടേണ്ടതാണ്. ഞാൻ ആദ്യം ഇടുന്നത് കേട്ടോ. അവിടെ ഇരിക്കട്ടെ. നടുക്ക് സൈഡിൽ കിടക്കും കേട്ടോ. നടുക്കിറങ്ങി കിടക്കട. അപ്പോഴത്തേ നമ്മൾ മീൻ വറക്കാൻ വെച്ചു. അവിടെ ഇരുന്ന് മൂക്കട്ട് അടച്ച് വെച്ചേക്കാം കേട്ടോ. ഭയങ്കര കാര്യം. ഇനി നമുക്ക് ഏത്തക്കയല്ല അരിഞ്ഞ് വെച്ചേക്കോ, ചതച്ച് വെച്ചേക്കോ. അതല്ല, മീനൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. പക്ഷെ എളുപ്പമാണ് സംഗതി കേട്ടോ. അടുപ്പത്ത് തീ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഇന്ന് ഈ കാറ്റടിക്കുന്നത് കൊണ്ട് ഭയങ്കര എനിക്ക് ഊതേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ മതി. കാറ്റ് കൂടി തീ എത്തിച്ചേർന്നോളും കേട്ടോ. നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്. ഞാൻ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയായിരിക്കും കേട്ടോ. അല്ലല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. സരസു ദേ കല്ലിട്ട് അടിച്ച് കുത്തിക്കുന്നു. സരസുവിന് നമ്മുടെ സരസു പറയുന്നത്, സരസ് തുണി കഴിയുമ്പോൾ നാട്ടുകാരെല്ലാവരും കേൾക്കണമെന്നാണ് സരസ് പറയുന്നത് കേട്ടോ. അതിനായിരിക്കും ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്. അല്ലാതെ പിന്നെ എന്തിനാണ് അല്ലേ? അതിനായിരിക്കും. കല്ലെല്ലാം അടിച്ച് പൊട്ടിക്കുക. നോക്കട്ടെ കേട്ടോ നമ്മുടെ മീൻ. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ആയി. ഞാൻ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്തൊന്ന് നല്ല തീയുണ്ട് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ചീനച്ചട്ടിയിലങ്ങ് വെച്ചത് കേട്ടോ. കഴുകാൻ എളുപ്പമാണല്ലോ. ഇനി നമുക്ക് ഏത്തക്ക തോരൻ വെക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുകയാണ്. അവിടെ അവനെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ചതച്ച് വെച്ചേക്കോ. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് ചതച്ച് വെച്ചേക്കോ. എളുപ്പമാണല്ലോ. മോര് കാച്ചണോ വേണ്ടായോ എന്ന് ആലോചിക്കുകയാണ്. പച്ചമോരായിട്ട് എടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. മക്കൾക്ക് പിന്നെ സലാഡാണ്. അവരിവിടെ ഉച്ചയ്ക്കില്ലല്ലോ. അപ്പോഴും സരസ്വന് കഞ്ഞി ആയാലും മതി. എന്നോട് പറയുന്നത് എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ചിലപ്പോൾ എന്നെ കൈ കൂപ്പി കാണിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയാം, അമ്മയ്ക്കൊരു കഞ്ഞി മതിയോ ചോറ് മതിയോ എന്ന്. അപ്പോഴെന്നോട് പറയുന്നത്, നീ എനിക്കൊന്നും തരാതിരുന്നാൽ അത്രയും നല്ലതാണ്. ഏതെങ്കിലും ഒരു മാതാജിമാരിങ്ങനെ പറയുമോ? ചിലർ പറയും എനിക്ക് അവളൊന്നും തന്നില്ലെന്ന്. പക്ഷേ ഇവിടെ തിരിച്ചാണ് പറയുന്നത്, നീ എനിക്കൊന്നും തരാതെ ഇരിക്കാവോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കഴിക്കാൻ മടിയാണ്. ആളിന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കുവേ എല്ലാ കുപ്പിക്കകത്ത് കാണും പാലോ വെള്ളമോ ഒക്കെ അങ്ങ് ആക്കി കൊടുക്കാമെന്ന്. കഴിക്കണ്ടേ, മടിയാണ് കഴിക്കുന്നതിന്. അപ്പോഴേ വേവട്ടെ കേട്ടോ. നമ്മുടെ ഏത്തക്കായൊക്കെ വേവട്ടെ. നമ്മുടെ പ്രാർത്ഥന നടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കാക്കച്ചി ഈ സൈഡിൽ വന്നില്ല കേട്ടോ. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവർക്ക് കുശുമ്പ്. അവർക്ക് ഈ നമ്മൾ ഫേസ് പാക്കികളൊക്കെ ഇടുമ്പോഴാണ് കുശുമ്പ്. ഇന്നതേ ഈ നമ്മൾ ഇവിടെ പാചകം നടത്തുന്നതുകൊണ്ട് ഈ ഏരിയയിലോട്ട് വന്നതേ ഇല്ല. അപ്പോൾ നോക്കിക്കോളാം, അതിന് തന്നെ എന്നോട് കുശുമ്പ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്നത് കേട്ടോ. വേവട്ടെ കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ തോരനിവിടെ വെന്ത് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നു. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തെ ഇങ്ങോട്ട് വന്നിരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനങ്ങ് മാറും, കാണുന്നില്ലെന്നോ അല്ലേ. കാറ്റടിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു മൊബൈൽ തന്നെ ഓഫായി പോകും കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് കാറ്റ്. ഇത് നമ്മൾ അരപ്പൊക്കെ അങ്ങോട്ട് ഇട്ടു.
എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കും. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് സെറ്റ് ആവണമല്ലോ. അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പൊക്കെ ഇട്ടാണല്ലോ നമ്മൾ വെച്ചത്. ഇനി അരപ്പൊന്ന് വേകണം. ഇനി നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനി എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര കാറ്റ്, കടുക് വറക്കുന്നില്ല. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തൊരു കാറ്റ് നമുക്ക്, എന്തൊരു കാറ്റ്, എണ്ണയും കൂടെ അടിച്ചുകൊണ്ട് പോകുന്ന ലക്ഷണമാണ് കേട്ടോ. നമ്മുടെ അരപ്പൊന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നീ എന്താക്കോ ഇവിടെ സുഖിച്ച് നിൽക്കുമല്ലേ എൻ്റെ അടുത്ത്? നീ പോസ് ചെയ്ത് ഇരിക്കുവാണോ? പോസ് ചെയ്ത് ഇരിക്കുവാണോ നീ? തലയാട്ടി കാണിക്കുന്ന കേട്ടോ അവന്. ഈ പോസ് ചെയ്ത് നിൽക്കുവാണോ? എനിക്ക് നിറച്ചുകൊണ്ട് ആന്തൂറി ഒത്തിരി ഉണ്ട്. ഒത്തിരി ചട്ടി ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നു ഞാൻ. പക്ഷേ ഇപ്പം വെയിലായതുകൊണ്ട്, ഉണക്കായതുകൊണ്ട് ഒന്നും മാറ്റി നട്ടില്ല കേട്ടോ. ഓർക്കിഡ് മഞ്ഞൊക്കെ ഒത്തിരി തൈ നിൽക്കുന്നത്. അതൊക്കെ ഇനി മാറ്റി നടണം. ഒത്തിരി ചട്ടി ഒത്തിരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാണിക്കാം. കാണുന്നതല്ലേ, അതേ ചട്ടി ഒത്തിരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 30-40 രൂപയുടെ ചട്ടി. ഇതൊക്കെ തണലത്ത് നിൽക്കുന്ന ചട്ടികളാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ചട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മണ്ണൊക്കെ നിറച്ച് ഇച്ചിയും കൂടെ ഒരു മഴ പെയ്യും ഇപ്പോഴങ്ങനെ, എനിക്കറിയത്തില്ല. അതുവരെ ഞാൻ കാത്തിരിക്കുന്നു. നമ്മുടെ തോരനയുടെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവനിരു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവനിരുപ്പോ. പിന്നെ നല്ലൊരു പാട്ട് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ബാക്കി എനിക്കറിയത്തില്ല കേട്ടോ, അതും നല്ലൊരു പാട്ടാണ്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. നിങ്ങളോട് പറയാൻ മറന്നുപോയി കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ ഞാനങ്ങ് പറയാൻ മറന്നുപോയി കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിലെ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ പിന്നെ അവരെല്ലാം കൂടെ ഒന്ന് ഒത്തുകൂടി. പക്ഷേ സുപ്പുവിനെ ഞങ്ങളെയൊക്കെ വിളിച്ചതാണ്, പക്ഷേ എനിക്കന്ന് പോകാൻ പറ്റിയില്ല. നമുക്ക് അന്ന് 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുടുംബശ്രീ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇതിൻ്റെ മീറ്റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ. അപ്പോഴെനിക്ക് പാനൊക്കത്തില്ല. അപ്പോഴെനിക്ക് എറിയിച്ച് മൂത്തിരിക്കുകയാണോ എന്താണ്. ഞാൻ പക്ഷെ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ വരുമെന്നോ വരത്തില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോഴവർ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെത്താനെ കഴിച്ചു. ഞങ്ങൾക്കൊന്നും തന്നില്ല. പിന്നെ എല്ലാവരും ഫോട്ടോയൊക്കെ കിട്ടും. ഞാൻ ആ ഫോട്ടോയ്ക്ക് റിപ്ലൈ കൊടുക്കാൻ പോയില്ല കേട്ടോ. അവരെന്നെ തല്ലിക്കൊല്ലും. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അവർ 2-3 പ്രാവശ്യമൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെയും പോയിട്ടില്ല. എന്നെ കണ്ട അവർ ഓടിച്ചിട്ട് അടിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നല്ല ഇതായിട്ടേ. അപ്പം എല്ലാവർക്കും വലിയ കാര്യം. പക്ഷേ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ട്, വലുതായിട്ടില്ല എന്നാൽ ചെറുതായിട്ടുണ്ട്. അപ്പോഴതേ നമ്മുടെ തോരന് ഞാൻ പച്ച വെളിച്ചെണ്ണ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒഴിച്ചു പോയി. ക്ഷമിച്ച് മാപ്പാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കടുക് വറുക്കുന്നില്ലെന്ന്. അപ്പോഴെന്തേ നമ്മുടെ തോരനൊക്കെ ഇവിടെ സെറ്റായി. ഞാൻ ഈ ചക്കക്കുരു ഏത്തക്കയും കൂടെ തോരൻ വെച്ചപ്പോഴാണ് ഓർത്തത് ചക്കക്കൂനെന്ന് പറയും നമ്മളിവിടെയൊക്കെ. പിന്നെ ചക്കയുടെ അതിന് ചക്ക ഉണ്ണിയും കേട്ടോ. ഞാൻ അത് അങ്ങ് ഓർത്ത് പോയി കേട്ടോ. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അവർക്ക് ആരോ കൊടുത്തതാണ് കുറച്ച് ചക്ക. അപ്പോഴതിൽ പങ്ക് നമ്മുടെ സരസൂന് കൊടുക്കാൻ കൊടുത്തു വിട്ടതാ കേട്ടോ. പാവം, അത്രയെങ്കിലും തന്നു വിട്ടല്ലോ, സാരമില്ല. നാത്തൂനെ ക്ഷമിച്ച് മാപ്പാക്കണേ എന്നോട്. 11 ചുളയൊന്നും വേണ്ട, 10 ചുള മതിയായിരുന്നു. ഞങ്ങൾ 5 പേര് ഇവിടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ അത് വലിയ ചക്കയുടെ ചുളയായിരുന്നു കേട്ടോ. ആദ്യം അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവരും 2 എണ്ണം വീതം കയ്യെ പിടിച്ചു. അന്നേരം 10 എണ്ണം ആവുമല്ലോ. അപ്പോഴും അണ്ണനും പറഞ്ഞ് അമ്മയ്ക്ക് വേവിച്ച് കൊടുക്കാൻ, അമ്മയ്ക്ക് നീ ഒന്ന് ചെറുതായിട്ടൊന്ന് തോരൻ വെച്ച് കൊടുക്കാൻ. അങ്ങനെ വെച്ചതാട്ടോ.
അപ്പോഴതേ പിന്നെ നമ്മുടെ അണ്ണൻ ഇടയ്ക്കൂടെ ഒന്ന് വന്നു. അപ്പോൾ ഈ സുപ്പുവിൻ്റെ ഒരു വിഷമം കണ്ടു. എന്ന് വെച്ചാൽ പുറത്താണല്ലോ ഇന്നത്തെ പാചകം. അപ്പോഴും ഞാൻ ചോദിച്ച മോര് കാച്ചിയാൽ മതിയോ, മോര് കാച്ചുന്നതിനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ. അപ്പോഴെന്നോട് പറഞ്ഞു പച്ചയ്ക്ക് എടുത്താൽ മതി. ഇപ്പോഴേ പച്ചമോര് എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എനിക്കും അതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, തോരനുണ്ട്. പിന്നെ ഇന്നലത്തെ വേറെ മീൻ ഇരിപ്പുണ്ട്. ഇന്നലത്തെയും ചൂട പറ്റിച്ചത് കേട്ടോ, ചൂട പറ്റിച്ചത് ഇരിപ്പുണ്ട്. അത് ഞാൻ അപ്പോഴേ എടുത്തങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കേട്ടോ. രാത്രി ആരും കഴിക്കത്തില്ലല്ലോ, അതും ഇരിപ്പുണ്ട്. ഇനിയിപ്പം വേറെ കറിയൊന്നും വേണ്ട. അപ്പോഴത്തേ നമ്മുടെ തോരന് ഇവിടെ സെറ്റായി. ഇനി അടുപ്പ് നമ്മൾ കെടുത്തിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കാറ്റ്. അപ്പോഴും നമ്മുടെ പുറത്തുള്ള പാചകമൊക്കെ കഴിഞ്ഞു. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു എല്ലാം നമ്മൾ ഇനി അകത്തോട്ട് അങ്ങോട്ട് എല്ലാം കൊണ്ട് വെച്ച് ഞാൻ ഇനി തോരനും കൂടെ ഉള്ളായിരുന്നു. അപ്പോഴും അകത്തോട്ട് വന്ന് നോക്കട്ടെ. ഞാൻ കഴിക്കുന്ന നമുക്ക് കാണാം കേട്ടോ. കഴിക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ണാൻ പോവുകയാണ് കേട്ടോ. ചോറിന് കറികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കഴിച്ചു. അപ്പോൾ ചോറിന് കറികൾ നമ്മുടെ ചക്കക്കുരുവും ഏത്തക്കായും തോരൻ, മീൻ വറുത്തത്, ചൂട തോരനെ, ഇതേ കണ്ണിമാങ്ങ കണ്ടോ തീർന്നു കണ്ണിമാങ്ങ. പിന്നെ എനിക്ക് സരസൂനും ദേ മീൻകറി, സലാഡ്, പച്ചമുല്ല വരെ സലാഡ് ഉണ്ടാക്കി. എനിക്കതാണ് ഇഷ്ടം. ദേ ചിക്കൻ കറി. പക്ഷേ ഇതെനിക്ക് വേണ്ട, അവരൊക്കെ കഴിച്ചോട്ടെ കേട്ടോ. എനിക്ക് വേണ്ട, നമുക്കിതൊക്കെ മതി കേട്ടോ. എനിക്കിതൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ വെച്ചാൽ ഞാൻ കഴിക്കുന്നത് എനിക്ക് വല്ലാത്ത മടിയാണ്. അപ്പോഴും ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ. കഴിച്ചു. അപ്പോഴും ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ. എല്ലാവരും ചോറൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ചോറൊക്കെ ഉണ്ണട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്ന് പുറത്ത് അടുപ്പ് വിശേഷങ്ങളായിരുന്നല്ലേ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഇതേ സലാഡ് വല്ലാത്തൊരു കഷ്ടം എന്താണെന്നറിയാമോ, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ തീർന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം എന്നാ ഇപ്പം നമ്മൾ കണ്ണിമാങ്ങ കഴിക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. പഴകി വരുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതൽ. 2-3 ഞാൻ തപ്പിയെടുത്തത് അതിനകത്തുനിന്ന് കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ.